ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഇപ്പം മഴയൊക്കെ പെയ്തുല്ലോ, ചൂടൊക്കെ കുറഞ്ഞു, എല്ലാവർക്കും കുറച്ച് ആശ്വാസമായല്ലോ അല്ലേ. അപ്പോൾ ഇന്നലെ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. മുടി സംരക്ഷണത്തിനും സ്കിന്നിൻ്റെ സംരക്ഷണത്തിനും ഒക്കെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഒരുപാട് കമൻസൊക്കെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെയുള്ള വീഡിയോ ഒക്കെ ഇടണമെന്ന് ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ. സാരി ഉടുക്കുന്ന വീഡിയോ ഒക്കെ ഇടണമെന്ന് എന്നോട് പണ്ടേ മുതൽ ഒന്ന് രണ്ട് പേര് പറഞ്ഞിരുന്നു. അന്നൊക്കെ ഞാനിങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് തോന്നി എല്ലാവരും സാരി കൊടുക്കുന്ന വീഡിയോ ഇടുന്നുണ്ടല്ലോ, അപ്പോൾ എന്നാൽ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സാരി എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. സാധാരണ നമുക്ക് കല്യാണത്തിനോ ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് സാരി ഉടുത്ത് പോകാൻ പറ്റിയ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സാധാരണ നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ 2 ദിവസം മുൻപോ അല്ലെങ്കിൽ കല്യാണത്തിന് പോണതിൻ്റെ തലേ ദിവസമോ അല്ലെങ്കിൽ 2 ദിവസം മുമ്പോ നമുക്ക് തയ്യാറാവാം കേട്ടോ. പെട്ടെന്ന് ഇപ്പോൾ കല്യാണത്തിനൊക്കെ പോകണമെങ്കിൽ രാവിലെ പോകണ്ടേ. അപ്പോൾ രാവിലെ എനിക്ക് കുളിച്ച് സാരിയൊക്കെ കൊടുത്ത് പ്ലീറ്റൊക്കെ ഇട്ട് പോകണമെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാവും അല്ലേ. നമുക്കൊട്ടും സമയം ഉണ്ടാവില്ല, ധൃതി പിടിക്കേണ്ട ഒരു കാര്യമില്ല. തലേ ദിവസമോ അല്ലെങ്കിൽ 2 ദിവസം മുമ്പൊക്കെ നമുക്ക് സാരി നമുക്ക് പ്ലീറ്റൊക്കെ ഇട്ട് നമുക്ക് റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് ഞാൻ സിമ്പിളായിട്ടൊന്ന് ടെമ്പററി ആയിട്ടാണ് കേട്ടോ ഞാനൊന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഞാനൊരു സാരിയുടെ ഒന്ന് കാണിക്കുകയാണിത്. ആദ്യം തന്നെ സാരിയുടെ നമ്മൾ ആദ്യം തന്നെ പ്ലീറ്റ് ഉണ്ടല്ലോ, മുന്താണി, ആ മുന്താണിക്ക് നമുക്കൊരു പ്ലേറ്റ് എടുത്ത് നമുക്ക് റെഡിയാക്കി വെക്കാം കേട്ടോ. നമുക്കറിയാലോ നമുക്ക് നമ്മുടെ മുന്താണി എങ്ങനെയാണ്, ഏത് സൈഡിലാണ് വരിക, അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ട് നമുക്കൊരു അടയാളമൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മുന്താണിക്ക് നമ്മൾ പ്ലേറ്റ് എടുത്ത് വെക്കാം കേട്ടോ. ഇതാ ഒരേ ലെവലിൽ എടുക്കണം കേട്ടോ. സാരിക്ക് ബോർഡറും അതിൻ്റെ കളറൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ കളറൊക്കെ അനുസരിച്ച് നമുക്ക് ഒരേപോലെ പ്ലേറ്റ് എടുത്ത് വെക്കണം. എനിക്ക് തടി കൂടിയ കാരണം എനിക്ക് 4 പ്ലേറ്റേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ 4 പ്ലേറ്റാണ് എടുക്കാറ്. സാധാരണ തടി കുറഞ്ഞവർക്കൊക്കെ 5 6 പ്ലേറ്റൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ ഞാൻ അതുപോലെ പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് മുന്താണിക്ക് എത്ര നീളം വേണം അതനുസരിച്ച് നമുക്കൊരു അടയാളം വെച്ച് നമുക്ക് അവിടെ ഒരു സേഫ്റ്റി പിൻ കുത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത്രയും നീളം വേണം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ആ പ്ലേറ്റ് എടുത്തിട്ട് സേഫ്റ്റി പിന്നെ അവിടെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സാരി ഇങ്ങനെ ലെഫ്റ്റിൽ ഇങ്ങനെ കുത്തിയിട്ട് പിന്നെ റൈറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ, ഫ്രണ്ടിൽ ഞെറി വയ്ക്കാൻ നമുക്കൊരു ഗ്യാപ്പ് നമുക്കുണ്ടാവുമല്ലോ, അതിനൊരു അടയാളം വെച്ച് വയ്ക്കുക. ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ട് നമുക്കൊരു അടയാളം വയ്ക്കുക. എത്ര സ്ഥലം വേണം, എത്ര സാരിക്ക് എത്ര നീളം വേണം, ആ നീളത്തിൽ നമുക്ക് പ്ലേറ്റ് എടുത്ത് വയ്ക്കുക. അതിനൊരു അടയാളം വെച്ച് സേഫ്റ്റി പിൻ കുത്തിയിട്ട് ഞാൻ അത്രയും അടയാളം വെച്ചു കേട്ടോ. അതിന് ശേഷം ഞാനിങ്ങനെ പ്ലേറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പരസഹായമില്ലാണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ രാവിലെ എണീറ്റ് പെട്ടെന്ന് കുളിച്ച് പെട്ടെന്ന് ഒരുങ്ങി പോവാം. അപ്പോൾ ഞാൻ ഫ്രണ്ടിലേക്കുള്ള പ്ലേറ്റാണ് കേട്ടോ ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരേ ലെവലിൽ നമ്മൾ പ്ലേറ്റ് എടുക്കണം കേട്ടോ. ആ സാരിയുടെ പ്രിൻറ്റും അതിൻ്റെ ലൈനോ ബോർഡറോ ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ പ്ലേറ്റ് എടുക്കണം കേട്ടോ. അത് മുന്താണിക്കും ആയാലും അങ്ങനെ തന്നെയാണ്, ഫ്രണ്ട് പ്ലേറ്റിനും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ പ്ലേറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് ഓരോ പ്ലേറ്റും കുറച്ച് വയ്ക്കുമ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളിങ്ങനെ സേഫ്റ്റി പിൻ ഇങ്ങനെ കുത്തി കൊടുത്ത് വയ്ക്കുക. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ മുകളിൽ നിന്ന് താഴെ വരെ പ്ലേറ്റ് ഇങ്ങനെ പിടിച്ച് ഇടയ്ക്ക് ഇങ്ങനെ സേഫ്റ്റി പിൻ കുത്തി കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ അടിഭാഗം എത്തിയിട്ടോ. അടിഭാഗം എത്തുന്നവരെ നല്ല മാതിരി നമുക്ക് പ്ലേറ്റ് എടുത്ത് അവിടെ നമുക്കൊരു സേഫ്റ്റി പിൻ കുത്തി നമുക്കിങ്ങനെ അടയാളം വെച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം പെട്ടെന്ന് സാരി എടുത്ത് നമുക്ക് പോവാം. അതിന് ശേഷം നമുക്ക് ആ സാരി ഇങ്ങനെ മടക്കി റൂമിൽ കട്ടിലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും റാഡ് ഉണ്ടാവില്ല, റാഡിലോ ചെയറിലോ എന്തിനെങ്കിലും വെക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ തയ്യാറാക്കി വെച്ചിരുന്ന സേഫ്റ്റി പിന്നൊക്കെ കുത്തി വെച്ചിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഈ സാരിയുടെ മുന്താണി ആണ് കേട്ടോ കാണുന്നത്. മുന്താണിയുടെ ലൈനൊക്കെ കണ്ട് ആ ലൈനൊക്കെ ഒരുപോലെ വരുന്ന മാതിരി നമ്മൾ ഇങ്ങനെ പ്ലേറ്റ് എടുത്ത് നമ്മൾ സേഫ്റ്റി പിൻ കുത്തി വെക്കണം കേട്ടോ. ഒരേ ലൈനിൽ വേണം. ഞാൻ സാധാരണ 4 പ്ലേറ്റാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ലൈൻ അനുസരിച്ച് നമ്മൾ മുന്താണി ഒക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. അവിടെ ഒരു സേഫ്റ്റി പിൻ കുത്തി വെച്ചു. അതിന് ശേഷം നമുക്ക്
ഫ്രണ്ടിലെ പ്ലീറ്റ് ഉണ്ടല്ലോ, ആ ഫ്രണ്ട് പ്ലീറ്റ് വെക്കുന്നിടത്തും ഞാൻ അങ്ങനെ സെഫ്റ്റി പിൻ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ കാണിച്ചില്ലേ, അതുമാതിരി സെഫ്റ്റി പിൻ കുത്തി വെച്ചിട്ട് സാരി കുത്തി പ്ലീറ്റ് എടുത്ത് വെച്ച ഭാഗം അങ്ങനെ കുത്തി കൊടുക്കണം കേട്ടോ. അവിടെ ഞാനിങ്ങനെ പ്ലീറ്റൊക്കെ എടുത്ത് സെഫ്റ്റി പിൻ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുത്തി കൊടുത്തു. അതിന് ശേഷം ഇപ്പോൾ ഫ്രണ്ടിലെ പ്ലീറ്റ് കുത്തിയിട്ടോ. അതിന് ശേഷം നമുക്ക് നമ്മുടെ പല്ലും ഉണ്ടല്ലോ, ആ പല്ലും എടുത്ത് വളച്ച് നമുക്ക് അതിങ്ങനെ സെഫ്റ്റി പിൻ കുത്തി വെച്ചിട്ടുള്ളതാണല്ലോ, അതങ്ങനെ നമുക്ക് എടുത്ത് ഇങ്ങനെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് സാരി പെട്ടെന്ന് ഉടുക്കാൻ പറ്റി. ഉണ്ടോ? പെട്ടെന്ന് കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് ശരിയാക്കിയാൽ മതി കേട്ടോ. ഒന്ന് ഫൈനൽ ടച്ച് ചെയ്താൽ മതി. പിന്നെ അതിനും കുത്തിക്കൊണ്ട് നമുക്കൊന്ന് ഫൈനൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സാരി ഉടുക്കൽ കഴിഞ്ഞു കേട്ടോ. ഇതിപ്പോൾ ഒരു സാരിയുടെ മുകളിലാണ് ഞാൻ ഉടുത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഉടുത്ത് നിൽക്കുന്ന സാരി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സാരി ഇങ്ങനെ പെട്ടെന്ന് ഉടുത്ത് കഴിഞ്ഞു കേട്ടോ. ഒരു സാരിയുടെ മുകളിലായ കാരണം കൊണ്ടാണ് ശരിക്ക് ഇങ്ങനെ കാണാനായിട്ട് ബുദ്ധിമുട്ട്. ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ സാരി ഉടുത്ത് നിൽക്കുന്ന സാരിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. എല്ലാം കഴിഞ്ഞത് സാരി ഞാൻ റെഡി ആയിട്ട് ഞാൻ സാരി ഉടുത്തു കേട്ടോ. ഉടുത്തു നിൽക്കുന്ന സാരിയാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നത് നിങ്ങളെ. അത്ര പെട്ടെന്നാണ് അവിടുത്തെ 2 മിനിറ്റ് കൊണ്ട് കുളി കഴിഞ്ഞ്, രാവിലെ കുളി കഴിഞ്ഞ് 2 മിനിറ്റ് കൊണ്ട് സാരി ഉടുത്ത് തയ്യാറായി. നമുക്ക് കല്യാണത്തിനോ ഫംഗ്ഷനോ എവിടെ വേണമെങ്കിലും പോകാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം കേട്ടോ.